സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രഭാവതിയാണെങ്കിൽ മകനെ കാണാനില്ലാത്ത വിഷമത്തിൽ ആ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ വലിയ വിഷമമൊന്നും ദേവിയേക്കും അതുപോലെ സിദ്ധാർത്ഥനും ഇല്ലെന്ന് മനസ്സിലാക്കി തൻ്റെ മകനെ താനെങ്കിലും മുൻകൈ എടുത്ത് കണ്ടെത്തണം. പോലീസ് കേസൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവരൊന്നും കാര്യമായിട്ട് അന്വേഷിക്കുന്നില്ല എന്ന് തോന്നിയിട്ട് മുരളിയുടെ സഹായം ചോദിച്ച് ഭാർഗവിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം മുരളിയാണെങ്കിൽ വീട്ടിലില്ല, എസ്തപ്പാൻ്റെ വീട്ടിൽ നിന്ന് തിരികെ വരുന്നേ ഉള്ളായിരുന്നു. പക്ഷേ എങ്കിലും എസ്തപ്പാൻ ചേട്ടനെ കണ്ട കാര്യമൊന്നും തൽക്കാലം അമ്മയോട് പറയരുതെന്ന് ദേവികയാണെങ്കിൽ താക്കീത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വന്ന് മകനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് മുമ്പ് വരെ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്, പക്ഷേ പണക്കാരനായ ഉറ്റ സുഹൃത്ത് കെവിൻ വന്നതിന് ശേഷം ഞാനും നന്ദനും തമ്മിൽ സംസാരിക്കാറ് പോലുമില്ല. ഒരു ഡ്രൈവറായിട്ടുള്ള എന്നോട് സംസാരിക്കുന്നതിന് അവന് അല്പം വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ കണ്ടു തുടങ്ങിയതിന് ശേഷം ഞാൻ ഒതുങ്ങി നിൽക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മുരളിയുടെ വെറും ഒരു തോന്നലായിരുന്നു. കുട്ടിക്കാലം മുതലുള്ള അവൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് മുരളി. പിന്നെ ഇടയ്ക്ക് അവൻ്റെ മനസ്സിൻ്റെ താളം തെറ്റി ആ ഒരു സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങളാണ്, അല്ലാതെ മുരളിയെ വെറുക്കാൻ അവനാകില്ല. പണവും സ്വാധീനവും ഒന്നും വെച്ചിട്ടല്ല അവൻ സൗഹൃദം സ്ഥാപിക്കുന്നത് എന്നൊക്കെ പ്രഭാവതി വിഷമത്തോടെ പറഞ്ഞ് സഹായത്തിന് ഇനി ആരെ കാണണമെന്നറിയാൻ മേലാതെ പോകുന്നുണ്ട് സങ്കടത്തോടെ. അന്നേരം ആണെങ്കിൽ ചന്ദ്രോത്ത് ഗിരിയും ഹരിസാറും അതുപോലെ സിദ്ധാർത്ഥനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ആ ഒരു പ്രഭാവതി ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. മകനെ കാണാനില്ലാത്ത വിഷമമൊന്നും നിങ്ങളുടെ ആരുടെയും പെരുമാറ്റത്തിൽ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഗിരിയാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്നു. സിദ്ധാർത്ഥൻ സാറിനോട് പറയുന്നു, അമ്മ പറയുന്നതിൽ പൂർണ്ണമായിട്ടും കാര്യമുണ്ടെന്നല്ല പറയുന്നത്, അല്പം കാര്യമുണ്ട്, നിങ്ങൾക്ക് ആർക്കും വലിയ ഉത്തരവാദിത്വമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ സന്തോഷിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? മകനെ കാണാനില്ലാത്ത സങ്കടമൊക്കെ എനിക്കുമുണ്ട്, പക്ഷേ അതൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കാൻ എനിക്കാകില്ല എന്ന് സിദ്ധാർത്ഥൻ സാറും പറയുന്നു. എന്നിട്ട് ഹരിസാറ് പറയുന്നു, ഇതല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്, ഗിരി വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല, ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ചതി നടക്കുന്നുണ്ട്, അതാദ്യം പുറത്തു കൊണ്ടുവരണം, അല്ലാതെ നന്ദനെ കണ്ടെത്തിയിട്ടോ അല്ലെങ്കിൽ നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടോ ഒരു കാര്യമില്ല. ദേ നോക്ക്, പ്രഭാവതിക്ക് സ്വന്തം മകനെ കാണാനില്ലാത്ത വിഷമമാണ് സങ്കടത്തിലൂടെയും ദേഷ്യത്തിലൂടെയൊക്കെ പ്രകടിപ്പിക്കുന്നത്. ഞാനും ഒരു അമ്മയെ കണ്ടതാ, മകനെ കാണാനില്ലാതായിട്ട് ഒരുപാട് മാസമായ ഒരമ്മയെ. പക്ഷേ അവരുടെ മുഖത്ത് ഈ മകനെ കാണാനില്ലാത്ത സങ്കടമൊന്നും കാണാനേ ഇല്ലായിരുന്നു. അതിൻ്റെയൊക്കെ പിന്നിലെ വാസ്തവം എന്താണെന്ന് ആദ്യം കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട്. ഹരിസാറാണെങ്കിൽ അത് കേട്ടിട്ട് സത്യമാണ് എന്നുള്ള രൂപത്തിൽ ഗിരിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചന്ദ്രമതിയെ കാണാനായിട്ട് പിറ്റേ ദിവസം തന്നെ പ്രഭാവതി പോന്നു. എൻ്റെ മകനെ കണ്ടെത്തണം ചന്ദ്രമതി, എനിക്ക് അവനെ കാണാതെ ഒരു സമാധാനവുമില്ല, കേസ് അന്വേഷിക്കുമല്ലേ, താൻ വിഷമിക്കേണ്ടടോ, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്താനാകും. പിന്നെ ദേവികയും അതുപോലെ സിദ്ധാർത്ഥൻ സാറും കാര്യം ഗൗരവത്തോടെ കണ്ട് അന്വേഷിക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല ചന്ദ്രമതി, അവർക്കൊക്കെ വലിയ വിഷമമൊന്നുമില്ല, എന്തൊക്കെയോ അവർ ഒളിപ്പിക്കുന്നു, എന്നിൽ നിന്നും എന്തൊക്കെയോ അവർ മറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യം താൻ കുറേ കാര്യങ്ങൾ അവരിൽ നിന്നും മറച്ചില്ലേ, അതുകൊണ്ട് ചില കാര്യങ്ങൾ തന്നോട് പറയണ്ട എന്നെങ്ങാനും തോന്നിയിട്ടാകുമോ, എനിക്കറിയില്ല. എന്തായാലും എൻ്റെ മകനെ കാണാതെ എനിക്ക് യാതൊരു സമാധാനവുമില്ല, എൻ്റെ നെഞ്ച് പൊട്ടുന്നത് പോലെ എന്നൊക്കെ പറയുമ്പം ചന്ദ്രമതിയാണെങ്കിൽ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം രാത്രി തന്നെ നമ്മുടെ MLA ദേവിക DYSPയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കേസ് അന്വേഷണം ഏതുവരെയായി, ഇപ്പം അന്വേഷണത്തിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മനസ്സിൽ പുഞ്ചിരിക്കുവാണ് DYSP. എന്ത് കണ്ടെത്താൻ, എവിടെ കണ്ടെത്താൻ, അവനെ ഇനി കണ്ടെത്താനൊന്നും പോകുന്നില്ല, മിക്കവാറും സ്റ്റേഷനിൽ ഹാജരാക്കുന്നതിൻ്റെ സങ്കടത്തിൽ എവിടെയെങ്കിലും ഒളിച്ചു പോയതായിരിക്കും എന്നാണ് DYSP കരുതുന്നത്. അപ്പോൾ ഉടനെ അതിൻ്റെ അപ്ഡേറ്റ് അറിയിക്കാമെന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. അന്നേരം മുതൽ ഇസബെല്ലയ്ക്ക് ഒരു ഡൗട്ട്, കേസ് അന്വേഷണത്തിൽ യാതൊരു സത്യസന്ധതയും പുലർത്താത്ത ഒരു ഓഫീസറാണ് പാപ്പൻ. മാത്രമല്ല ഋഷി കേസാകട്ടെ, MLAയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫയൽ നഷ്ടമായ കേസ് തന്നിട്ടാകട്ടെ അതിലൊന്നും പാപ്പൻ ആത്മാർത്ഥമായിട്ട് കേസ് അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തില്ല. അങ്ങനെ ഇരിക്കെ വീണ്ടും പാപ്പനെ തന്നെ കേസ് അന്വേഷണം ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ചതിയുണ്ട്. ദേവിക മറ്റെന്തോ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ പാപ്പന് കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്, നന്ദനെ കാണാനില്ലാത്ത കേസ്. അതെന്താണെന്ന് ആദ്യം കണ്ടെത്തണം, അല്ലാതെ നന്ദൻ എവിടെയാണെന്ന് കണ്ടെത്താൻ നമ്മളെ കൊണ്ട് ആർക്കും പറ്റില്ല. ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഗൂഢാലോചന നടക്കുന്നു. ചന്ദ്രോത്ത് വീട്ടുകാരും ആ ഹരിസാറും ദേവികയും എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു ഗൂഢാലോചന, അതിന് ചിലപ്പോൾ നന്ദൻ കൂട്ടുനിൽക്കുന്നതായിരിക്കുമോ എന്നൊക്കെ ബെല്ല സംശയിക്കുന്നു. അത് കേൾക്കുമ്പോൾ നമ്മുടെ കെവിനും പാപ്പനും ബെല്ല പറയുന്നതിലും കാര്യമുണ്ട് എന്ന് തന്നെ തോന്നുന്നുണ്ട്. കാരണം ഹരിസാർ അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിൽ വന്നതും അതിനുശേഷം അരുന്ധതി ചന്ദ്രോത്ത് ചെന്ന് പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം തൊട്ട് പിന്നാലെ ഹരിസാർ വീണ്ടും അരുന്ധതിയെ കണ്ട് നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം
ആ ചന്ദ്രോത്ത് വീട്ടിൽ നന്ദനെ കാണാനില്ല എന്നൊരു പരാതി കിട്ടി. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പം ഒരു ബലപ്രയോഗമോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ അങ്ങനെയുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ചന്ദ്രോത്ത് വീട്ടുകാരും കൂടി ചേർന്ന് എന്തോ കളി നടക്കുന്നു എന്ന് മനസ്സിലാക്കിയ പാപ്പനും അതുപോലെ കെവിനും ബെല്ലയും അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ എസ്തപ്പാൻ വന്ന് ഇവരെയൊക്കെ ശരിയാക്കുന്ന ആ ഒരു കിടിലൻ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.